വീട്ടിലൊരു പ്രധാനപ്പെട്ട ചടങ്ങ് നടത്താൻ നിങ്ങൾ ആഗ്രഹിച്ചാൽ ഒരു പാലക്കാട്ടുകാരൻ ആദ്യം ചിന്തിക്കുന്ന ഒരു പേരാണ് ടോപ്പ് ഇൻ ടൗൺ എന്ന ഹോട്ടലിൻ്റെ കാര്യം. 45 കൊല്ലത്തെ സേവന പാരമ്പര്യമുണ്ട് ഈ ടോപ്പ് ഇൻ ടൗൺ. ഇന്ന് ജില്ലയിലെ ഏറ്റവും പ്രമുഖ ബ്രാൻഡായി ടോപ്പ് ഇൻ ടൗൺ മാറിക്കഴിഞ്ഞു. രാജുവേട്ടൻ ടച്ച് എന്ന് പറഞ്ഞാൽ പാലക്കാട്ടുകാർക്ക് സുപരിചിതമാണ്. ടോപ്പ് ഇൻ ടൗണിൻ്റെ ഓരോ സംരംഭത്തിൻ്റെയും വിജയം ഈ രാജുവേട്ടൻ്റെ ടച്ചാണ് എന്നാണ് പറയുന്നത്. രാജുവേട്ടൻ നമുക്കൊക്കെ പ്രിയപ്പെട്ട ഒരാളാണ്. പത്തോളം ഓഡിറ്റോറിയങ്ങൾ, കൺവെൻഷൻ സെന്ററുകൾ, വിപുലമായ ഹോട്ടൽ ശൃംഖല, പാലക്കാട്ടെ ആദ്യ ബ്രാൻഡഡ് പായസം. സദ്യയിൽ ഇന്ന് ടോപ്പ് ഇൻ ടൗണിന് എതിരാളികളില്ല. കാറ്ററിംഗ് മേഖലയിലെ വിപ്ലവകരമായ മാറ്റത്തെക്കുറിച്ച് രാജുവേട്ടൻ പറയുന്നത് ഇങ്ങനെ: ഒരു പ്രസിദ്ധ പാചകക്കാരനോട് ഞാൻ അവർക്ക് സാധനങ്ങൾ കൊടുത്ത് സപ്ലൈ ചെയ്തു എന്നുള്ള ബന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പറഞ്ഞു, നീ സാധനങ്ങൾ സപ്ലൈ ചെയ്താൽ മതി, ബാക്കി കാര്യമൊന്നും എന്നെ പഠിപ്പിക്കാൻ വരണ്ട എന്ന് എന്നോട് പറഞ്ഞ അത് എനിക്ക് മനസ്സിലൊരു വിഷമം തട്ടി. അതോടുകൂടെയാണ് എനിക്ക് സ്വന്തമായിട്ട് ചെയ്യണം എന്നൊരാഗ്രഹം വരികയും. ഇന്ന് 500-ലധികം ജീവനക്കാർ രാജുവേട്ടനൊപ്പം ടോപ്പ് ഇൻ ടൗൺ ശൃംഖലയ്ക്ക് കീഴിലുണ്ട്. വിജയത്തിന് കുറുക്കുവഴികളില്ലെന്ന് ഒറ്റവാക്കിൽ പറയും രാജുവേട്ടൻ. ഇപ്പോൾ ഏകദേശം എനിക്കൊരു 500ഓളം സ്റ്റാഫുകൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിലെ കാറ്ററിംഗ് സർവീസ് എന്ന് പറയുകയാണെങ്കിൽ അതിലേക്ക് തന്നെ ഏകദേശം ഒരു 300 ചില്ലാനം പേര് പെർമനൻ്റായിട്ടും പരോക്ഷമായിട്ടുമുണ്ട്. ടോപ്പ് ഇൻ ടൗണിൽ നിന്ന് നൽകുന്ന ഭക്ഷണത്തിനും ചില രാജുവേട്ടൻ ടച്ചുണ്ട്. രാവിലെ മുതൽ ഉണ്ടാക്കുന്ന എല്ലാ ഭക്ഷണം കിച്ചണിൽ ഇവിടെ കൊണ്ടുവരും. ഞാൻ ഉണ്ടാക്കിയ ആ ഭക്ഷണം എനിക്ക് ഗസ്റ്റുകൾക്ക് കൊടുക്കണമെങ്കിൽ ഞാൻ ആദ്യം ഓക്കെ ആണോ എന്ന് ഉറപ്പുവരുത്തണമല്ലോ. അതാണ് ഈ ചെയ്യുന്നത്. ബിസിനസ്സിൽ ഇനി എന്ത് എന്ന് ചോദിക്കുമ്പോൾ രാജുവേട്ടന്റെ മറുപടി ഇങ്ങനെ: പണം സമ്പാദിക്കുക എന്നുള്ള രീതിയെല്ലാം മാറി ഇപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ കുറേ അവരെ സംരക്ഷിക്കുക, അതിൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ. ടോപ്പ് ഇൻ ടൗണിലെത്തിയിട്ടുള്ള 5000-ൽ പരം പ്രമുഖരുടെ ചിത്രങ്ങൾ രാജുവേട്ടന്റെ ഓഫീസിൽ കാണാം. മൺമറഞ്ഞവരും ജീവിച്ചിരിക്കുന്നവരുമൊക്കെയായി താരനിബിഡമാണ് ക്യാബിൻ. ഫ്രെയിം ചെയ്യാത്ത ചിത്രങ്ങൾ 5000-ഓളം വരുമെന്നാണ് രാജുവേട്ടൻ പറയുന്നത്. പാലക്കാട്. രാജുവേട്ടൻ്റെ കടയിലെ ഫുഡ് ഞാൻ കഴിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റിയാണ്.